ഹരേ കൃഷ്ണ. എന്റെ പ്രണാമം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. यशोदनन्दन व्रज जन यशोदनन्दन व्रज जन यमुनतीर वनचारि यमुनतीर वनचारि. जय राध माधव कुञ्ज बिहारी गोपीजन वल्लभ गिरिवरधारी. हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे. हरे कृष्णा. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्. वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादां सहगणललिता श्रीविशाखान्वितांश्च. हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते. तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. നമുക്ക് ഗോപിക മാധുര്യം തന്നിട്ട് പോയില്ലേ, ഭഗവാന്റെ നാമത്തിന്റെ മാധുര്യം. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം, അതിൽ നിന്ന് തുടർന്നു പോകാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭാഗവതത്തിലെ 10ാമത്തെ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായമാണ്. അതില് ഗർഗാചാര്യര് മധുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് വന്ന് നമ്മുടെ കൃഷ്ണ ഭഗവാനും അതുപോലെ ബലരാമ ഭഗവാനും നാമകരണം നടത്തുന്നതും അവരുടെ ജാതകം നോക്കിയിട്ട് അവരുടെ ലഗ്നവും നക്ഷത്രവും ഒക്കെ നോക്കിയിട്ട് അവരുടെ ഭാവിയെ പറ്റിയിട്ട് നന്ദമഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതും, അതായത് ഗർഗമുനിയെ ആസ്ട്രോളജിയുടെ ഫാദർ ആയിട്ടാണ് പറയുന്നത്. അതായത് ജ്യോതിഷത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോ ഈ ഒരു അധ്യായം, ആ ഒരു അധ്യായത്തില് ആ ഒരു ആദ്യത്തെ 20 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതായത് മധുരയിൽ നിന്നും ഗർഗാചാര്യര് വൃന്ദാവനത്തിലേക്ക് എത്തുന്നു. നന്ദ മഹാരാജാവ് വളരെ വിനയത്തോടെ അദ്ദേഹത്തെ, വളരെ ആതിഥേയത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം കൃഷ്ണ ഭഗവാനും അതുപോലെ ബലരാമ ഭഗവാനും തന്റെ മടിയിലിരുത്തി അവർക്ക് നാമകരണം ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ചാർട്ട്, ആ ഒരു ജാതകം അദ്ദേഹം പരിശോധിക്കുന്നു. എന്നിട്ട് അതിന്റെ വിശദാംശങ്ങൾ നന്ദ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം തിരികെ മധുരയിലേക്ക് പോകുന്നു. ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതേ സമയം തന്നെ വസുദേവ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, അതായത് അദ്ദേഹം ജനിച്ച ഉടനെ തന്നെ തന്റെ കുഞ്ഞിനെ അവിടെ നിന്നും ആ ഒരു കംസൻ തന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ, അതായത് അതിനു മുന്നേ അദ്ദേഹം ദർശിച്ചത് എന്തൊക്കെയാണ്, തന്റെ ആദ്യത്തെ 6 കുട്ടികൾ വളരെ ക്രൂരതയോടെ അദ്ദേഹം ആ 6 കുട്ടികളെയും കംസൻ അവരെ വധിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു പേടി സ്വപ്നം പോലെയാണ് തന്റെ മനസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതുകൊണ്ടിട്ട് രാമായണം അത് ആ കുട്ടിയെ അവിടുന്ന്
മധുരയിൽ നിന്നും, അതായത് ആ കാരാഗൃഹത്തിൽ നിന്നിട്ട് ആ കുട്ടിയെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്റെ കുഞ്ഞിനെ, ജനിച്ച കുഞ്ഞിനെ ഒന്ന് ലാളിക്കാനോ ഒന്ന് സ്നേഹിക്കാനോ തന്തിന് സ്വന്തം അമ്മയ്ക്ക് മുലപ്പാൽ നൽകുവാനോ പോലും സാധിച്ചില്ല. അപ്പൊ ആ മധുരയിലെ ആ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് വസുദേവ് മഹാരാജാവ് ചിന്തിക്കുകയാണ്, വ്യാകുലനായിക്കൊണ്ട് തന്റെ കുട്ടിയെ പറ്റി ഓർത്തിട്ട്. കാരണം തന്റെ കുട്ടിയെ കുറിച്ചിട്ട് യാതൊരു വിവരവുമില്ല. എന്താണ്, അല്ലെങ്കിൽ എത്ര അവൻ സംരക്ഷണയിലാണോ, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ. അതായത് 100 ദിവസം ഏകദേശം ഓരോ ദിവസങ്ങളായിട്ട് അദ്ദേഹം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ വിരലുകൾ അദ്ദേഹം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കുട്ടിക്ക് ഇപ്പൊ എത്ര പ്രായമായി. ഇപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇപ്പൊ ഏകദേശം 3 മാസത്തോളം പ്രായമായിരിക്കുന്നു, ഏകദേശം 100 ദിവസം പ്രായമായിരിക്കുന്നു. അപ്പം ഈ ഒരു ക്ഷത്രിയ ട്രഡീഷൻ അനുസരിച്ച്, അതായത് ക്ഷത്രിയ നിയമം അനുസരിച്ച് കൃഷ്ണ ഭഗവാന്, അതായത് തന്റെ കുഞ്ഞിന് നാമകരണം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് ആര് ചിന്തിക്കുകയാണ്? വസുദേവ് മഹാരാജാവ് ചിന്തിക്കുകയാണ്. ആ ഒരു വ്യാകുലതയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ദൈനംദിനം ദിവസം ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. തന്റെ കുഞ്ഞിന് ഇപ്പൊ എത്ര പ്രായമായി, എത്ര ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഇപ്പോഴത്തെ വ്യാകുലത എന്ന് പറയുന്നത്, തന്റെ കുഞ്ഞിന് നല്ലൊരു നാമം, ഒരു പുരോഹിതൻ വന്ന് നാമം നിർദ്ദേശിക്കേണ്ട, അല്ലെങ്കിൽ നാമകരണം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്ന ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അപ്പം ആദ്യം ഭഗവാൻ ഇവർക്ക് ദർശനം നൽകുന്ന സമയത്ത്, അതായത് ആ മധുരയിലെ കാരാഗൃഹത്തിൽ വെച്ചിട്ട് വസുദേവ് മഹാരാജാവിനും ദേവകി മാതാവിനും ദർശനം നൽകുന്ന സമയത്ത് 4 കരങ്ങളുള്ള, അതായത് ശംഖചക്രം ഗദാ പത്മം, അങ്ങനെ 4 കരങ്ങളുള്ള ഹരിയായിട്ടാണ് ആദ്യം ദർശനം നൽകുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട്, അവരുടെ അപേക്ഷ കൊണ്ടിട്ട് ഭഗവാൻ പിന്നീട് 2 കരങ്ങളുള്ള കുട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് വളരെ എന്താ പറയുക, ഒരു ധ്യാന ശ്ലോകത്തിലൂടെ അതിനെ വർണ്ണിക്കുന്നുണ്ട്. സത്പുണ്ടരീക തനയം മേഘാഭാം വൈദ്യുതാംബരം ദിഭുജം ജ്ഞാനമുദ്രാദ്യം വനമാലീനമീശ്വരം. സത്പുണ്ടരീക നയനം, അതായത് ആ കുട്ടിയുടെ നയനങ്ങൾ എന്ന് പറയുന്നത് നല്ല വിടർന്ന് വെളുത്തിരിക്കുന്ന താമര പോലെയാണെന്നാണ് പറയുന്നത്. കാരണം താമര എത്രത്തോളം വിടർന്നിരിക്കുന്നത്, താമര അത് ജലത്തിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് വിടർന്നിരിക്കുന്നത് നമുക്കറിയാം. ആ താമര പോലെ നല്ല വെളുത്ത് നല്ല വിടർന്നിരിക്കുന്ന താമര പോലെയാണ് ആ കുട്ടിയുടെ നയനങ്ങൾ എന്ന് പറയുന്നു. മേഘാഭാം, അതിന്റെ കോംപ്ലക്ഷൻ എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ നിറം എന്ന് പറയുന്നത് കാർമേഘത്തിന് തുല്യമായിട്ടാണെന്നാണ് പറയുന്നത്. വൈദ്യുതാംബരം, അതുപോലെ ആ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് മിന്നലിന്റെ തിളക്കം, അത്രയും ഒരു തിളക്കമാണ് ആ വസ്ത്രത്തിനുള്ളത് എന്ന് പറയുന്നു. വിഭുജം, ആ കുട്ടിക്ക് 2 കരങ്ങളാണ് ഉള്ളത്. അതുപോലെ ജ്ഞാനമുദ്രാദ്യം, അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ കയ്യിൽ വെള്ളയിലായാലും കാൽ പാദങ്ങളിലായാലും ജ്ഞാനമുദ്രകളുണ്ട്. അതുപോലെ വനമാലീനം ഈശ്വരം, അദ്ദേഹം ആരാണ്? ഈശ്വരനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്. വനമാലീനം ഈശ്വരം, അദ്ദേഹം വനമാല ധരിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. സത്പുണ്ടരീക നയനം മേഘാഭാം വൈദ്യുതാംബരം ദിഭുജം ജ്ഞാനമുദ്രാദ്യം വനമാലീനമീശ്വരം. സത്പുണ്ടരീക നയനം മേഘാഭാം വൈദ്യുതാംബരം ദിഭുജം ജ്ഞാനമുദ്രാദ്യം വനമാലീനമീശ്വരം. വെളുത്ത താമര ഇതൾ പോലെ വിടർന്നു നിൽക്കുന്ന കണ്ണുകൾ, അതുപോലെ മേഘാഭാം, ശരീരത്തിൽ കാർമേഘത്തിന്റെ വർണ്ണം, ആ ഒരു നിറത്തിലാണത്. വൈദ്യുതാംബരം, ആ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ തിളക്കം എന്ന് പറയുന്നത് മിന്നൽ പോലെയാണെന്ന് പറയുന്നു. ദിഭുജം, 2 കരങ്ങളാണുള്ളത്. ജ്ഞാനമുദ്രാദ്യ, കൈ വെള്ളയിലും അതുപോലെ കാൽപാദങ്ങളിലൊക്കെ ജ്ഞാനമുദ്രകളുണ്ട്. വനമാലീനമീശ്വരം, അദ്ദേഹം ആരാണ്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്, അദ്ദേഹം വനമാല ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ധ്യാന ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നു. അപ്പം ഇനി നമ്മള് ഈ ഒരു അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുകയാണ്. പശ്ചാത്തലം ആദ്യമേ ചെറിയൊരു രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ പശ്ചാത്തലം എന്തെന്നാൽ, വസുദേവ് മഹാരാജാവ് മധുരയിലാണ്, കാരാഗ്രഹത്തിലാണ്. അദ്ദേഹത്തിന്റെ കരങ്ങളിലൊക്കെ എന്താണ്, ഹാൻഡ് കഫ്സ് ഇട്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തെ അവിടെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചിന്താകുലനാണ്. എന്തിനെ പറ്റി ഓർത്തിട്ട്? തന്റെ കുട്ടിയെ പറ്റി ഓർത്തിട്ട് ചിന്തിതനാണ്. കാരണം ആ കുട്ടി, ജനിച്ച കുട്ടിയെ വളരെ ഒന്ന് കൊഞ്ചിക്കാൻ പോലും, അല്ലെങ്കിൽ ഒന്ന് കയ്യിലെടുത്തൊന്ന് ലാളിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ആ കുട്ടിയെ എവിടേക്ക് കൊണ്ടുപോയി? വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി. അതുപോലെ
ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് ആലോചിച്ച് ചിന്തിതനായിരിക്കുകയാണ് അദ്ദേഹം. തന്റെ കുട്ടിക്ക് ഇപ്പോ ഏകദേശം 100 ദിവസത്തോളം പ്രായമായിരിക്കുന്നു. ഏകദേശം 3 മാസവും കുറച്ച് ദിവസങ്ങളും പിന്നിട്ടിരിക്കുന്നു. അപ്പൊ ക്ഷത്രിയ നിയമം അനുസരിച്ച് ആ കുട്ടിക്ക് നാമം നൽകേണ്ട സമയമായിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടി ഒരു നല്ലൊരു പുരോഹിതനെ കണ്ടെത്തേണ്ട സമയമായിരിക്കുന്നു. ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ കുട്ടിയുടെ യാതൊരുവിധ സംസ്കാര കർമ്മങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന് ആ ഒരു ദുഃഖവുമുണ്ട്. കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു ഉത്സവം നടത്താറുണ്ട്. ആ ഒരു ആഘോഷത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. കുട്ടിയുടെ നാമകരണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. കുട്ടിയുടെ ഉപനയന കർമ്മത്തിൽ ആ ഒരു സംസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് അദ്ദേഹത്തിന്. നമ്മള് വൃന്ദാവനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ആരാണുള്ളത്? നന്ദ മഹാരാജാവും യശോദാമയും. സോറി, അതെ, നന്ദ മഹാരാജാവും യശോദാമയും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം ഈ കുട്ടി, അതായത് ഭഗവാൻ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭഗവാന് ഉറക്കം വന്നപ്പോ യശോദാ മാതാവിന്റെ മടിയിലിരിക്കുകയാണ്. അപ്പൊ ഭഗവാന് ഉറക്കം വന്ന സമയത്ത് ചെറുതായിട്ട് ഭഗവാൻ വായൊന്ന് തുറന്നു. കൂട്ടുവായിട്ടിട്ട് വായൊന്ന് തുറന്നു. തുറന്നപ്പോ യശോദാ മാതാവ് ആശ്ചര്യത്തോടെ വായിലേക്ക് നോക്കി, വായുടെ അകത്തേക്ക് നോക്കി. അതായത് തന്റെ കുഞ്ഞിന് എത്ര പല്ല് വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് യശോദാ മാതാവ് വായിലേക്കൊന്ന് നോക്കി. നോക്കിയ സമയത്ത് യശോദാ മാതാവ് എന്തെന്നാൽ ആ പ്രപഞ്ചത്തെ, അതായത് ഈ പ്രപഞ്ചമാണ് ആ ഭഗവാന്റെ വായില് യശോദാ മാതാവ് ദർശിച്ചത്. അപ്പൊ ഇത് കണ്ടപ്പോ യശോദാ മാതാവിന് പേടിയായി. കാരണം അസാധാരണമായ ഒന്നാണ് തന്റെ പിഞ്ചു കുഞ്ഞായിട്ടുള്ള കുഞ്ഞിന്റെ വായിൽ കണ്ടത്. അപ്പൊ യശോദ മാതാവിന് പേടിയായി. എന്താണിത്? തന്റെ കുഞ്ഞിന്റെ വായിൽ ഇങ്ങനെ ഒന്ന് താൻ ദർശിച്ചത്. ഭാഗവതത്തില് 2 ഭാഗത്ത് വർണ്ണിക്കുന്നുണ്ട് മാതാവ് ഇങ്ങനെ ഭഗവാന്റെ വായിൽ പ്രപഞ്ചം ദർശിച്ചതായിട്ട്. ഒന്ന്, ഇങ്ങനെ മാതാവിന്റെ മടിയിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഉറക്കം വന്നപ്പോ കൊട്ടുവായിട്ട സമയത്താണ് ഒരു സമയം കാണുന്നത്. പിന്നീട് ഭഗവാൻ മണ്ണ് തിന്ന സമയത്ത് കണ്ണ മണ്ണ് തിന്നോ എന്ന് പറഞ്ഞിട്ട് വാ തുറന്ന് കാട്ടു എന്ന് പറഞ്ഞപ്പോ അപ്പോഴും മാതാവ് ദർശിച്ചു. അങ്ങനെ ഭാഗവതത്തിൽ 2 പ്രാവശ്യം ദർശിച്ചതായിട്ട് ഭാഗവതത്തില് വിശദീകരിക്കുന്നു. അപ്പൊ മാതാവ് ഇത് കണ്ടിട്ട് വ്യാകുലതയായി, വളരെ ചിന്തിതയായി. ഇനി തന്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോ നന്ദ മഹാരാജാവിനോട് പറഞ്ഞു, എന്റെ കുട്ടിക്ക് എന്തോ കണ്ണേറോ അല്ലെങ്കിൽ പ്രാപ്തദോഷമോ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. താൻ കാണാൻ പാടില്ലാത്തതാണ് തന്റെ കുട്ടിയില് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം അവന് നല്ലൊരു പുരോഹിതനെ കണ്ടെത്തുകയും അവന്റെ നാമകരണം, ആ ഒരു സംസ്കാര ചടങ്ങ് നടത്തണം എന്ന് യശോദ മാതാവ് നന്ദ മഹാരാജാവിനോട് പറയാണ്. എത്രയും വേഗം അവന്റെ കണ്ണീര്, കമ്പേറ്, പ്രാപ്തിദോഷം എന്നിവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദുഷ്ട ഇത് എന്റെ കുട്ടിയെ ഏറ്റിട്ടുണ്ട് എങ്കിൽ, എന്റെ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവനെ അതിൽ നിന്നുമൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന, ഒന്ന് സംരക്ഷിക്കുന്ന നല്ലൊരു പുരോഹിതനെ കണ്ടെത്തി അവനെ അനുഗ്രഹിക്കുകയും അവന്റെ ശരീരത്തിൽ തിലകമൊക്കെ ഇട്ട് അവനെ നാമകരണം ചെയ്യുന്ന ഒരു വ്യക്തിയെ, ഒരു പുരോഹിതനെ കണ്ടെത്തണം എന്ന് നന്ദ മഹാരാജാവിനോട് യശോദ മാതാവ് പറയാണ്. അപ്പോ നമ്മൾ 2 സൈഡിൽ നോക്കിയാലും, അതായത് മധുരയിൽ നോക്കിയാലും അതുപോലെ വൃന്ദാവനത്തിൽ നോക്കിയാലും ആ 2 മാതാപിതാക്കൾ രണ്ടുപേരും ഒരേ ചിന്തയിലാണ്. അതായത് ഇത്രയും വേഗം നല്ലൊരു പുരോഹിതനെ കണ്ടെത്തുക, അദ്ദേഹത്തെ കൊണ്ട് തന്റെ കുട്ടിക്ക്, അതായത് ഭഗവാന് നാമകരണം നടത്തുക. ആ ഒരു ചിന്തയാണ് 2 സൈഡിലുള്ളത്. അപ്പം ഈ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സീനിലേക്കാണ് ആര് വരുന്നത്? ഗർഗാചാര്യർ വരുന്നത്. അതായത് 2 മാതാപിതാക്കന്മാർ 2 സൈഡിലും ചിന്തിതരായിരിക്കുന്ന ഈ ഒരു സീനിലേക്കാണ് ഗർഗാചാര്യര് എൻട്രി ചെയ്യുന്നത്. അപ്പോ ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധം 8ാമത്തെ അധ്യായം 1ാമത്തെ ശ്ലോകം. അപ്പൊ ഇതാണ് കഥയുടെ പശ്ചാത്തലം. ശ്രീ ശുക ഉവാച ഗർഭ പുരോഹിതോ രാജൻ യദുനാം സുമഹാതവ വ്രജം ജഗാമനന്ദസ്യ വാസുദേവ പ്രചോദിതഃ. ശ്രീ ശുക ഉവാച ഗർഭ പുരോഹിതോ രാജൻ യദുനാം സുമഹാതവഃ വ്രജം ജഗാമനന്ദസ്യ വാസുദേവ പ്രചോദിതഃ. അതായത് ശുകദേവ ഗോസ്വാമി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, യദുവംശ പുരോഹിതനും കഠിന തപം ചെയ്തും വ്രജം ആചരിച്ചും ഉന്നത നില പ്രാപിച്ചതുമായ ദീർഘമുനി
വസുദേവർ പ്രേരിപ്പിച്ചപ്പോൾ നന്ദമഹാരാജാവിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലെത്തി. ഇതാണ് വിവർത്തനം. ശുകദേവ ഗോസ്വാമി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പരീക്ഷിത്ത മഹാരാജാവേ, യദുവംശ പുരോഹിതനും കഠിന തപം ചെയ്തും വ്രതം ആചരിച്ചും ഉന്നത നില പ്രാപിച്ചതുമായ ഗർഗമുനി വസുദേവർ പ്രേരിപ്പിച്ചപ്പോൾ നന്ദമഹാരാജാവിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലെത്തി. അപ്പൊ നമ്മള് ഈ ഒരു ശ്ലോകത്തിൽ നോക്കിയാല് ഗർഗമുനിക്ക്, അതായത് ഗർഗാചാര്യന് അനേകം നാമങ്ങളിലൂടെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നോക്കുകയാണെങ്കിൽ വസുദേവ പ്രചോദിത. നമ്മൾ ആ ശ്ലോകത്തിലെ ഏറ്റവും അവസാനത്തെ വാക്കാണ് വസുദേവ പ്രചോദിത. അതായത് വസുദേവ മഹാരാജാവിന്റെ പ്രേരണയിൽ. എന്താണ് ആ പ്രേരണയ്ക്ക് പിന്നിലുള്ള കാരണം? അദ്ദേഹത്തിന്റെ വ്യാകുലത. വസുദേവ മഹാരാജാവിന്റെ വ്യാകുലത അതെന്തെന്ന് നമ്മൾ കണ്ടു. തന്റെ കുട്ടിയുടെ പ്രായം, അതുപോലെ വൈഷ്ണവ, അതുപോലെ ക്ഷത്രിയ നിയമം അനുസരിച്ച് കുട്ടിക്ക് 100 ദിവസം തികയുമ്പോഴത്തേക്കും അതിനുള്ളിൽ നാമകരണം നടത്തണം. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യാകുലത. അപ്പൊ ആ ഒരു പ്രേരണയിൽ, വസുദേവ മഹാരാജാവിന്റെ ആ ഒരു പ്രേരണയില് ആരവിടെ എത്തിച്ചേരുകയാണ്? ഗർഗമുനി അവിടെ എത്തിച്ചേരുകയാണ്. അതാണ് വസുദേവ പ്രചോദിത. അതായത് വസുദേവരാൽ പ്രചോദിപ്പെട്ട്, അതായത് പ്രേരിപ്പിക്കപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ എത്തിച്ചേരുകയാണ്. ഇനി യദുനാം പുരോഹിത മറ്റൊരു നാമമാണ്. ഗർഗാചാര്യനെ മറ്റൊരു രീതിയിൽ ഇവിടെ വിശേഷിപ്പിക്കുന്നു. യദുനാം പുരോഹിത. പുരോഹിത, അതില് പുരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സമീപത്ത് വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പുരോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപത്ത് വരിക. ഹിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിതം. ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ചെയ്യുന്ന, അതായത് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾക്ക് വേണ്ടി ഹിതം ചെയ്യുന്നത് ആരാണോ, അതായത് നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നത് ആരാണോ ആ വ്യക്തിയാണ് പുരോഹിതൻ. അല്ലെ, ഇവിടെ എന്താ, ഗർഗാചാര്യര് മധുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് എത്തി. അതായത് അവിടേക്ക് നന്ദമഹാരാജാവിന്റെയും യശോദ മാതാവിന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒക്കെ അടുത്തേക്ക് എത്തിയിട്ട് ഹിതം, അതായത് അവർക്ക് നന്മ ചെയ്യാനാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. എന്ത്? ഭഗവാന്റെ നാമകരണം, അതായത് ഭഗവാന് നാമം നൽകുവാൻ വേണ്ടിയിട്ട്. അതാണ് യദുനാം പുരോഹിത. ഇനി മറ്റൊരു രീതിയിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു സുമഹാതപ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അതായത് സുമഹാതപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ തപശ്ചര്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം അദ്ദേഹം അനേകം തപശ്ചര്യകൾ ചെയ്ത് അത്രയും ശ്രേഷ്ഠനായ, അത്രയും എക്സ്ട്രീംലി ഓസ്റ്റിയർ ആയ, അത്രയും തപശ്ചര്യകൾ അനുഷ്ഠിച്ച് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭക്തിയുത സേവനങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ സുമഹാതപ, അത്രയ്ക്കും ഒരു തപസ്വിയാണ് അദ്ദേഹം. ഇനി വ്രജം ജഗാമനന്ദസ്യ, നന്ദരാജാവിന്റെ അടുത്തേക്ക് പോയി. എവിടേക്ക്? വൃന്ദാവനത്തിലേക്ക് പോയി. അപ്പം ഇവിടെ ഗർഗമുനി വിശേഷിപ്പിക്കുന്ന എന്താണ്? പുരോഹിത എന്ന് വിളിച്ച് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അതുപോലെ വസുദേവ പ്രചോദിത, വാസുദേവരാൽ, അതായത് വസുദേവ മഹാരാജാവിന്റെ പ്രേരണയാൽ അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. പിന്നെ അതുപോലെ അദ്ദേഹം സുമഹാതപ, വെറും ഒരു തപസ്യല്ല, സുമഹാതപ, അതായത് അത്രയും ശ്രേഷ്ഠമായ, അത്രയും കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സുമഹാതപ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി കാണും, സുമഹാതപ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ എവിടേക്കാണ് അദ്ദേഹം എത്തിയത്? വ്രജം ജഗാമനന്ദസ്യ, നന്ദമഹാരാജാവിനെ കാണാൻ വ്രജം എവിടേക്ക് പോയി? വൃന്ദാവനത്തിലേക്കാണ് അദ്ദേഹം പോയത്. അപ്പൊ ഇവിടെ ആചാര്യന്മാര് നന്ദമഹാരാജാവിനെയും ഗർഗാചാര്യരെയും അതുപോലെ വസുദേവ മഹാരാജാവിനെയും ചേർത്തുകൊണ്ടിട്ട്, ഇവരെ 3 പേരെയും ചേർത്തുകൊണ്ടിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു വർണ്ണന നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക രീതിയിലൊരു ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് വർണ്ണിച്ചു തരുന്നുണ്ട്. അതെന്തെന്ന് നമുക്ക് നോക്കാം. അതായത് ആചാര്യന്മാര് പറയുന്നു, വസുദേവ മഹാരാജാവ് സാഗരം, അതായത് വസുദേവ മഹാരാജാവിന് തന്റെ പുത്രനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സാഗരം പോലെയാണ് എന്ന് പറയുന്നു. അതായത് സമുദ്രം പോലെയാണ് എന്ന് പറയുന്നു. വസുദേവ മഹാരാജാവിന് തന്റെ പുത്രനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സമുദ്രം പോലെയാണ് എന്ന് പറയുന്നു. കാരണം ആ സമുദ്രത്തിന്റെ ആഴം എന്താണോ ആ ആഴം പോലെയാണ് വസുദേവ മഹാരാജാവിന് ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള സ്നേഹം. പക്ഷേ
അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം കടന്നു പോകുന്ന മനോനില, അദ്ദേഹം അനുഭവിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് ആ സമുദ്രത്തിലെ ജലത്തിന്റെ ഉപ്പ് പോലെയാണ് എന്ന് പറയും. വസുദേവ് മഹാരാജാവിന് തന്റെ പുത്രനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ആഴം പോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനോനില, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സമുദ്രത്തിലെ ജലം പോലെ, അതായത് അതിലെ ഉപ്പ് പോലെയാണ് എന്ന് പറയുന്നു. ഇനി ഗർഗാചാര്യരാണ്. ഗർഗാചാര്യര് കാർമേഘമാണ് എന്ന് പറയുന്നു. ആ സമുദ്രത്തിന്റെ മേലുള്ള കാർമേഘമാണ് എന്ന് പറയും. എങ്ങനെയാണ് ഗർഗാചാര്യര് കാർമേഘമായി മാറുന്നത്? കാരണം വസുദേവ മഹാരാജാവ് ഇവിടെ പറയുന്നുണ്ട് വസുദേവ പ്രചോദിത, അല്ലെ, വസുദേവരാൽ പ്രചോദിപ്പിക്കപ്പെട്ട്, അതായത് പ്രേരിപ്പിക്കപ്പെട്ടിട്ട് എന്നാണ് പറയുന്നത്. അതായത് വസുദേവ മഹാരാജാവിന്റെ ഹൃദയത്തിലുള്ള എല്ലാവിധ വ്യാകുലതകളും എല്ലാവിധ വിഷമങ്ങളും ഒക്കെ വസുദേവ മഹാരാജാവ് ആരോടാണ് പങ്കുവെച്ചത്? ഗർഗാചാര്യരോടാണ് പങ്കുവെച്ചത്. അപ്പോ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ സമയത്ത് നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. എന്താണ് ജലചക്രം എന്ന് പറയും, വാട്ടർ സൈക്കിൾ. അതായത് കടലിൽ നിന്നും ജലം ആവിയായി നീരാവിയായിട്ട് മേലെ മേഘത്തിലേക്ക് എത്തി, അത് ആ മേഘം സ്വീകരിച്ച് അത് മഴയായി പെയ്യുന്നതിനെ പറ്റിയിട്ട്, ആ ജലചക്രത്തെ പറ്റിയിട്ട്, വാട്ടർ സൈക്കിളിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വസുദേവ് മഹാരാജാവ് ഈ പങ്കുവെച്ചതെല്ലാം എങ്ങനെ പോലെയാണെന്ന് പറയുന്നു? ഈ സാഗരത്തിൽ നിന്ന് ജലം ആവിയായി മേഘത്തിലേക്ക് എത്തുന്ന പോലെ. അപ്പൊ മേഘത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും, അതുകൊണ്ടാണ് ഗർഗാചാര്യരെ കാർമേഘം എന്ന് വിശേഷിപ്പിച്ചത്. അതായത് ഇതെല്ലാം സ്വീകരിക്കുന്നത് ആരാണ്? ഗർഗാചാര്യരാണ്. അപ്പൊ ആ കാർമേഘം പോലെ അദ്ദേഹം അതെല്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് സ്വീകരിച്ചിട്ട് ആ കാർമേഘം അവിടെ നിന്ന് തന്നെ മഴ പെയ്യണമെന്നില്ലല്ലോ. ആ കാർമേഘം അവിടെ നിന്ന് കാറ്റടിച്ച് ഇങ്ങനെ സഞ്ചരിക്കാം. ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അത് തന്നെയാണ് ഗർഗാചാര്യ ചെയ്യുന്നത്, അല്ലെ? വസുദേവ് മഹാരാജാവ് പ്രേരണ നൽകിയിട്ട് എവിടെ പോയി? വ്രജം ജഗാമ നന്ദസ്യ, എവിടേക്ക് പോയി? വൃന്ദാവനത്തിലേക്ക് പോയി. ആ കാർമേഘം, ആ ജലം, ആ നീരാവിയായി വന്ന ജലം സ്വീകരിച്ച് പോകുന്ന പോലെ ഗർഗാചാര്യർ അവിടെ നിന്ന് പോയിട്ടോ അവിടെ ആരുണ്ട്? ആ കാർമേഘം വൃന്ദാവനത്തിൽ എത്തുമ്പോ അവിടെ ആരുണ്ട്? നന്ദ മഹാരാജാവുണ്ട്. നന്ദ മഹാരാജാവിനെ നമ്മുടെ ആചാര്യ പർവ്വതമായിട്ടാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ ഈ കാർമേഘം സഞ്ചരിച്ച് വൃന്ദാവനത്തിൽ എത്തുമ്പോ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളെല്ലാം ആരെ ധരിപ്പിക്കുന്നു? നന്ദ മഹാരാജാവിനെ ധരിപ്പിക്കുന്നു. അത് നമ്മുടെ ആചാര്യന്മാർ വർണ്ണിക്കുന്നത് മഴയായി നന്ദ മഹാരാജാവ് എന്ന ആ മേരുപർവ്വതത്തിലേക്ക് പെയ്ത് വീഴുകയാണ് എന്ന് ആചാര്യന്മാർ വർണ്ണിക്കുന്നു. അതായത് വസുദേവ് മഹാരാജാവ് സമുദ്രം, ആ വസുദേവ് മഹാരാജാവിന് തന്റെ പുത്രനോടുള്ള സ്നേഹം സമുദ്രത്തിന്റെ ആഴം പോലെ. പക്ഷെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആ സമുദ്രത്തിലെ ജലത്തിലുള്ള ഉപ്പ് പോലെയാണ്. അത് ആവിയായി നീരാവിയായി മേഘത്തിലേക്ക് പോകുന്ന പോലെ അദ്ദേഹം അതെല്ലാം ആരോട് പങ്കുവെക്കുന്നു? ഗർഗാചാര്യരോട് പങ്കുവെക്കുന്നു. ഒരു കാർമേഘം അത് സ്വീകരിക്കുന്ന പോലെ ഗർഗാചാര്യർ സ്വീകരിച്ച് അവിടുന്ന് സഞ്ചരിച്ച് എവിടെ പോകുന്നു? വൃന്ദാവനത്തിലേക്ക് പോകുന്നു. വൃന്ദാവനത്തിൽ എത്തുമ്പോൾ അവിടെ ആരുണ്ട്? നന്ദ മഹാരാജാവുണ്ട്. നന്ദ മഹാരാജാവിനെ ആരായിട്ടാണ് പറയുന്നത്? വൃന്ദാവനത്തിലെ മേരുപർവ്വതമായിട്ടാണ് പറയുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഗർഗാചാര്യർ ആ കാർമേഘം മഴ പെയ്ത് വീഴുന്ന പോലെ, അതായത് മഴയായി ആ മേരുപർവ്വതത്തിൽ പെയ്ത് വീഴുന്ന പോലെ ഗർഗാചാര്യര് നന്ദ മഹാരാജാവിനോട് ഇതെല്ലാം പറയുകയാണ്. പക്ഷെ ഇവിടെ രസകരമായ ഒന്ന് എന്തെന്നാൽ, ഈ ഉപ്പുവെള്ളമാണ് നീരാവിയായിട്ട് മേലേക്ക് പോകുന്നത്. ആ വെള്ളത്തിന് ഉപ്പ് രസമുണ്ട്, അല്ലെ? ആ ഗർഗാചാര്യരോട് വസുദേവ് മഹാരാജാവ് പങ്കുവെച്ച കാര്യങ്ങളിലും ഒക്കെ വളരെ അദ്ദേഹത്തിന്റെ വിഷമവും അദ്ദേഹത്തിന്റെ വ്യാകുലതയും ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ഈ മഴവെള്ളം മഴയായി പെയ്യുന്ന സമയത്ത് അതിനകത്ത് ആ വെള്ളത്തിന്റെ കണ്ടന്റിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിന്റെ അംശം ഉണ്ടാവില്ല. ഉപ്പിന്റെ അംശം ആ ഒരു വെള്ളത്തിൽ ഉണ്ടാവില്ല. ഉപ്പുവെള്ളമാണ് നീരാവിയായിട്ട് പോകുന്നതെങ്കിലും ആ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉപ്പിന്റെ രസം ഉണ്ടാവില്ല. അപ്പോ ഗർഗാചാര്യര് ഇത് നന്ദ മഹാരാജാവിനോട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു എങ്കിലും
അത് മഴവെള്ളം പോലെയാണ് ധരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അതായത് അതിൽ ഉപ്പിന്റെ കണ്ടന്റ് ഇല്ല. അതായത് വസുദേവ് മഹാരാജാവ് അനുഭവിക്കുന്ന വ്യാകുലതകളും അദ്ദേഹം കടന്നു പോകുന്ന മനോദയം അതൊന്നും ആരോട് പങ്കുവെക്കുന്നില്ല, നന്ദ മഹാരാജാവിനോട് പങ്കുവെക്കുന്നില്ല. ആ മഴവെള്ളത്തിന്റെ ആ ഒരു മാധുര്യം എങ്ങനെയാണോ അതുപോലെയാണ് നന്ദ മഹാരാജാവിനോട് ഗർഗാചാര്യര് ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും അതിൽ യാതൊരു ഉപ്പിന്റെ അംശമേ അതിലില്ല. അതായത് വ്യാകുലതകളോ പേടിപ്പെടുത്തുന്ന ഒന്നും തന്നെ അദ്ദേഹത്തോട്, അതായത് കംസൻ ഈ കുഞ്ഞിനെ കൊല്ലാൻ നിൽക്കണം അങ്ങനെ ഒന്നും അദ്ദേഹം അങ്ങനെ വിശദീകരിച്ച് അങ്ങൊന്നും അങ്ങനെ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം വളരെ ലാളിത്യത്തോടെ, വളരെ എന്താ പറയാ, സാഹചര്യത്തിനനുസരിച്ച് വളരെ സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് മഴവെള്ളം പോലെയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. വളരെ ആ ഒരു പറഞ്ഞു പറഞ്ഞില്ല എന്ന മട്ടില് ആണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്. അത് മഴവെള്ളം പോലെയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ആ ഒരു മാധുര്യമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. ഇനി ആ മഴവെള്ളത്തിന് മാധുര്യം ഏറാൻ, അതായത് നമ്മുടെ ഗോപിക പറഞ്ഞിട്ട് പോയി അല്ലെ, നമ്മുടെ ഗോപിക ഒരു ഏറ്റവും അവസാനം മധുരാഷ്ടകം നമുക്ക് വേണ്ടി ചൊല്ലി, അതായത് ഭഗവാന്റെ മാധുര്യം. ആ മാധുര്യം, ആ ഒരു മഴവെള്ളത്തിലെ മാധുര്യം കൂടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് ആചാര്യന്മാര് പറയുന്നു. കാരണം ആ പെയ്ത മഴയിൽ ഭഗവാന്റെ നാമവും ഉണ്ടായിരുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു. കാരണം ഗർഗാചാര്യർ എന്തിനാ വന്നത്? ഭഗവാന്റെ നാമകരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഗർഗാചാര്യർ വന്നത്. അപ്പോ ആ പെയ്ത മഴയില് ഗർഗാചാര്യർ എന്തും കൂടി വൃന്ദാവനത്തിൽ നൽകി? ഭഗവാന്റെ നാമം കൂടി വൃന്ദാവനത്തില് നൽകി. അപ്പൊ നമ്മള് ഒരു മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൃക്ഷങ്ങളിലൊക്കെ പുതിയ തളിരിലകൾ വരും, പുതിയ എന്താ പറയാ ബ്രാഞ്ചസ്, പുതിയ എന്താ പറയാ പുതിയ ശിഖരങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് അതിൽ ഇലകളൊക്കെ വന്നിട്ട് അത് പിന്നീട് അവിടുന്ന് പൂക്കൾ ഉണ്ടാകും. ആ പൂവിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകും, അതിൽ മാധുര്യമുള്ള ഫലങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അപ്പൊ ഇവിടെ ഈ വൃന്ദാവനത്തില് നന്ദ മഹാരാജാവാണ് അവിടുത്തെ രാജാവ്. അപ്പൊ ആ രാജാവിനെ അവിടുത്തെ മേരുപർവ്വതമായിട്ടാണ് ആചാര്യന്മാര് വർണ്ണിക്കുന്നത്. അതിലെ വൃന്ദാവനവാസികൾ എന്ന് പറയുന്നത് ആ മേരുപർവ്വതത്തിലെ വൃക്ഷങ്ങളെ ആയിട്ടാണ് സാമീപ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നന്ദ മഹാരാജാവ് ആ ഒരു മേരുപർവ്വതമാണ് എങ്കിൽ ആ മേരുപർവ്വതത്തിലെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് വൃന്ദാവനവാസികളാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പൊ ആ മേരുപർവ്വതത്തിൽ വൃക്ഷങ്ങളുണ്ട് എങ്കിൽ ആ വൃക്ഷങ്ങളിലേക്ക് ഈ മഴ പെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും ആ വൃക്ഷങ്ങളിൽ പുതിയ തളിർ ഇലകളും അതുപോലെ പുതിയ ശിഖരങ്ങളും അത് അവിടെ പൂവിടുകയും ആ പൂവിൽ നിന്ന് മാധുര്യമുള്ള ഫലങ്ങൾ ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് അവിടെ ശ്രീകൃഷ്ണ ഭഗവാന് നാമകരണം കൊടുത്തതിന് ശേഷം വൃന്ദാവനവാസികൾക്കും സംഭവിക്കുന്നത്. ആ പെയ്തു വീണ മഴയിൽ നിന്നിട്ട് ആ വൃന്ദാവനത്തിൽ എല്ലാവരും ആ കൃഷ്ണ എന്ന നാമം, ആ മഴയോടൊപ്പം അവർക്ക് ലഭിച്ച കൃഷ്ണ എന്ന നാമം, അത്രയും മാധുര്യം തുളുമ്പുന്ന ആ നാമം അവര് ഓരോരുത്തരും സ്വീകരിക്കുകയാണ്. ഓരോരുത്തരും സ്വീകരിച്ചിട്ട് അവർക്ക് എന്താ സംഭവിക്കുന്നത്? ആ വൃക്ഷങ്ങൾക്ക് സംഭവിക്കുന്ന അതേ കാര്യം തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്. അവരുടെ ചിന്തകളിലെല്ലാം തളിരിട്ടതും പൂത്തതും അതുപോലെ കാഴ്ചതും എല്ലാം മാധുര്യമുള്ള ഫലങ്ങൾ എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ആ നാമമാണ് അവരിൽ പൂവിട്ടതും കാഴ്ചതും എന്ന് ആചാര്യന്മാര് പറയുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇത് എന്ത് തരത്തിലുള്ള വർണ്ണനയാണിത്? ഇത് വൃക്ഷങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുമോ? അത് ഇങ്ങനെയൊക്കെ ആണോ വർണ്ണിക്കുക എന്ന് നമ്മൾ ഒന്ന് സംശയത്തോടെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് വൃക്ഷങ്ങളിലും നാമം അത് പ്രതിധ്വനിക്കാറുണ്ട് എന്ന് ഭാഗവതത്തിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അതായത് ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സുത ഉവാച യം പ്രാവ്രജന്തമനുകീർത്തിമകീർത്തി കൃത്യം ദ്വൈപായനം വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയ തരവോപിനീത തം സർവഭൂതഹൃദയം മുനിമാത്മനും മുനിമാനതോസ്മി. യം പ്രാവ്രജന്തമനുകീർത്തിമകീർത്തി കൃത്യം ദ്വൈപായനം വിരഹ
കാതര ആജുഹാവ പുത്രേതി തന്മയതയ തരവോഭിനീത തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. അതായത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സുഖദേവ ഗോസ്വാമി അദ്ദേഹം ജനിച്ചിട്ട് അദ്ദേഹം വീട് വിട്ട് സന്യാസത്തിന് വേണ്ടി പോകുന്ന സമയത്ത് വ്യാസദേവൻ പുറകെ പോയിട്ട് പുത്ര പുത്ര എന്ന് വിളിക്കുന്ന സമയത്ത് ആ പിതാവിന്റെ ദുഃഖം ഉൾക്കൊണ്ടിട്ട് അവിടുത്തെ വൃക്ഷങ്ങളിൽ പോലും അതിന്റെ പ്രതിധ്വനി ഉണ്ടായി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോ ആ നാമം വൃക്ഷങ്ങളിൽ പ്രതിധ്വനിക്കുന്ന പോലെ ഈ ഒരു ഇത് ഉൾക്കൊണ്ടിട്ട് ആ സങ്കടം ആ വൃക്ഷങ്ങളിൽ പ്രതിധ്വനിച്ചതുപോലെ ഇവിടെ വൃന്ദാവനവാസികളാകുന്നവരെ വൃക്ഷങ്ങളോടാണ് സാമീപ്യപ്പെടുത്തിയിരിക്കുന്നത്. അവരിലും ആ ഒരു നാമം പ്രതിധ്വനിച്ചു. ആ ഒരു തരത്തിൽ, അതായത് മഴയായി പെയ്യുന്ന സമയത്ത് ആ ഒരു നാമം ഈ വൃക്ഷങ്ങൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അവരിലും അത് പ്രതിധ്വനിച്ചു, അതെങ്ങും അവരിൽ നിന്നു എന്ന് ആചാര്യന്മാര് വർണ്ണിക്കുകയാണ്. അതുപോലെ ഇവിടെ പറയുന്നു, ഈ ഒരു വൃന്ദാവനത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തികൾ ആരെന്നാൽ വൃന്ദാവനത്തിലെ ഗോപികമാരാണ് എന്ന് ആചാര്യന്മാർ വർണ്ണിക്കുന്നു. അതിനുള്ള കാരണവും അവർ പറയുന്നുണ്ട്. 10ാമത്തെ സ്കന്ധം 44-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം. യാദോഹനെ അവഹനനെ മദനോപലേപ പ്രേംഘേ ഘനാർഘ രുതിരോസ്കനമാർജനാതോ ഗായന്തി ചൈനം അനുരക്തതിയോശ്രുകണ്ഠ ധന്യ വ്രജസ്ത്രിയ ഉരുക്രമചിത്തയാന. യാദോഹനെ അവഹനനെ മദനോപലേപ പ്രേംഘേ ഘനാർഘ രുതിരോസ്കനമർജനാതോ ഗായന്തി ചൈനം അനുരക്തതിയോശ്രുകണ്ഠ ധന്യ വ്രജസ്ത്രിയ ഉരുക്രമചിത്തയാന. അതായത് ഏറ്റവും ഫോർച്ചുനേറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തികൾ എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളാണ്. കാരണം എന്താണ്? അവരുടെ മൈൻഡ്, അവരുടെ ചിന്തയിൽ ചിത്തയാന, അവരുടെ ചിന്തയിൽ സദാസമയം ആരാണുള്ളത്? ആ ഒരു മഴയിൽ പെയ്തു എന്ന് വർണ്ണിക്കുന്നതില് അവർ ആ നാമം, ആ മാധുര്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവർ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഗർഗാചാര്യരുടെ വായിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് ആ നാമം വന്നത്. പക്ഷെ ആ ഒരു മഴയിൽ അതെല്ലാവരും അത് സ്വീകരിക്കുകയായിരുന്നു. അത് സ്വീകരിച്ച് അവരത് ഉൾക്കൊണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും കൃഷ്ണ, ആ മാധുര്യമായിരുന്നു നിലനിന്നിരുന്നത്. അവര് പശുവിനെ കറക്കുന്ന സമയത്തും, അതുപോലെ നെല്ല് പാറ്റി പറക്കുന്ന സമയത്തും, അതുപോലെ വെണ്ണ കടയുന്ന സമയത്തും, അതുപോലെ തങ്ങളുടെ ഗൃഹ ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് ചാണകം എടുക്കുന്ന സമയത്തും, അവർ ഊഞ്ഞാലാടുന്ന സമയത്തും, അവർ തങ്ങളുടെ കുട്ടിയെ കെയർ ചെയ്യുന്ന സമയത്ത്, നോക്കുന്ന സമയത്തും, അതുപോലെ വീട്ടില് വൃത്തിയാക്കുന്ന, വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് കൃഷ്ണ എന്ന നാമം മാത്രമാണ്. സദാസമയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൃഷ്ണ എന്ന നാമമാണ്. അതായത് അവരൊരു ഒരു ലഹരിയിലായിരുന്നു. ലഹരി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻടോക്സിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ലഹരി എന്ന് പറയുന്നത് മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇൻടോക്സിക്കേഷൻ ഒന്നും അല്ല. പരമാനന്ദത്തിന്റെ, മാധുര്യത്തിന്റെ, പരമാനന്ദത്തിന്റെ ലഹരിയിലായിരുന്നു അവർ. അതുകൊണ്ടാണ് ഏറ്റവും ഫോർച്ചുനേറ്റഡ്, അതായത് ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തികൾ ഗോപസ്ത്രീകളാണ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു ശ്രുതകണ്ഠ എന്ന് പറയുന്നു. ഗായന്തി ചൈനം അനുരക്തധിയോ ശ്രുകണ്ഠ. അതായത് അവരുടെ കണ്ഠങ്ങൾ ഇടറുകയാണ്. കൃഷ്ണ എന്ന 2 സിലബിൾസ് ആണുള്ളത്. പക്ഷെ കൃഷ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ കണ്ഠം ഇടറുകയാണ്. ഇടരാൻ കാരണം എന്താണ്? ആ പരമാനന്ദത്തിൽ, ആ ഒരു ആനന്ദത്തിൽ, ആ ഒരു മാധുര്യത്തിൽ ലയിച്ചിട്ട് അവരുടെ കണ്ണീന്ന് കണ്ണുനീര് വരുവാണ്. ആ നാമം ശ്രവിച്ചിട്ട് അവരുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നിട്ട് അവർക്ക് രണ്ടാമത്തെ ആ ഒരു സിലബിൾ കൃഷ്ണ എന്നവർക്ക് പറയാൻ സാധിക്കുന്നില്ല. അത്രയ്ക്കും അവര്, ആ വൃന്ദാവനവാസികൾ അത്രയ്ക്കും ആ നാമത്തെ ഉൾക്കൊണ്ടു എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അപ്പോൾ
വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ തന്നെയാണ് ഏറ്റവും ഫോർച്ചുനേറ്റ് എന്ന് ആചാര്യന്മാർ പറയുന്നു. കാരണം ആ ഒരു നാമത്തെ അവരത് ഉൾക്കൊണ്ടു, അവരുടെ കണ്ഠം ഇടറിക്കൊണ്ടാണ് അവരത് പറയുന്നത്. കാരണം അത് പറയുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതായിട്ട് ആചാര്യന്മാര് വർണ്ണിക്കുന്നു. അതുപോലെ ഗർഗാചാര്യന് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ പ്രവേശിക്കുന്നതിന് അദ്ദേഹം ഏറ്റവും ഉചിതമായ ഒരു സമയം കണക്ക് കൂട്ടിയിരുന്നു എന്ന് ആചാര്യന്മാര് വർണ്ണിക്കുന്നു. അതായത് എപ്പോഴാണ് താൻ പ്രവേശിക്കേണ്ടത്, അതായത് അതിനെ ഉപമിക്കുന്നത് മഴയായിട്ട് തന്നെയാണ്. അതായത് ഒരു പ്രദേശത്ത് മഴ പെയ്യാനായിട്ട് മഴ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് ഈ ഒരു പ്രദേശത്ത് മഴ പെയ്യണം എന്ന് മഴ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആചാര്യന്മാർ പറയും. അതുപോലെ ഗർഗാചാര്യനും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു സമയത്ത് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കണം എന്നത്. അതായത് ഏറ്റവും മൂത്തത് ബലരാമ ഭഗവാനാണ്, അത് കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോ ഗർഗാചാര്യര് വരുന്ന സമയത്ത് ബലരാമ ഭഗവാന് 100 ദിവസങ്ങളും പിന്നിട്ടിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന് 100 ദിവസത്തോളം അടുക്കുന്നതേ. അപ്പോ ഗർഗാചാര്യര് അത് കണക്ക് കൂട്ടിയാണ് വന്നത്. അതായത് ഒരേ സമയം 2 കുട്ടികളുടെയും നാമകരണം നടത്താം എന്ന ആ ഒരു കാൽക്കുലേഷനിലാണ്, ആ ഒരു കണക്ക് കൂട്ടലിലാണ് ഗർഗാചാര്യര് വൃന്ദാവനത്തിലേക്ക്, ആ ഒരു സമയം നോക്കിയാണ് വൃന്ദാവനത്തിലേക്ക് എത്തിയത് എന്ന് പറയും. ഇനി നമ്മൾ ആ ഒരു ശ്ലോകത്തിൽ കണ്ട മറ്റൊരു വാക്കാണ് ഗർഭ പുരോഹിതോ രാജൻ. രാജൻ എന്നൊരു വാക്ക് ആ ശ്ലോകത്തിലുണ്ട്. ശ്രീ ശുക ഉവാച ഗർഭ പുരോഹിതോ രാജൻ. അതാരാണ് ഈ രാജൻ? ആരെയാണ് ആ രാജനായിട്ട് പറയുന്നത്? അതില് നേരത്തെ 2 രാജാക്കന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വസുദേവ് മഹാരാജാവും നന്ദ മഹാരാജാവും. അതല്ലാതെ ഈ രാജൻ ആരാണ് എന്ന് നമുക്ക് നോക്കാം. അതാരുമല്ല, ആര്? പരീക്ഷിത്ത മഹാരാജാവാണ്. പരീക്ഷിത്ത മഹാരാജാവിനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം ശുകദേവ ഗോസ്വാമി പറയുന്നത്. അതായത് അതിനു മുന്നേ ശുകദേവ് ഗോസ്വാമി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ശകടാസുര ലീല, അതുപോലെ പൂതന മോക്ഷം എന്നിവയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവര് പ്രവേശിക്കാൻ പോകുന്നത് മാധുര്യ ലീലയിലേക്കാണ്. അതായത് ഭഗവാന്റെ നാമകരണം, അതുപോലെ ഭഗവാന്റെ തൊട്ടിലിൽ കിടന്നുള്ള ലീലകൾ, ഭഗവാൻ നടക്കാൻ പഠിക്കുന്നത്, അതുപോലെ ഭഗവാന്റെ കുട്ടിക്കാലത്തെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ച് വൃന്ദാവനവാസികളെ എല്ലാം ആനന്ദത്തിലാഴ്ത്തിയത്. അപ്പൊ ഈ ഒരു കാര്യത്തിലേക്കാണ്, അതായത് ഈ പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ടാണ്. അപ്പം ചേഞ്ച് ഓഫ് ടോപ്പിക്, അതായത് ഇതുവരെ അതായത് ഇതുവരെ പങ്കുവെച്ച ഇതിൽ നിന്നും മാറിക്കൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് പരീക്ഷിത്ത മഹാരാജ അദ്ദേഹം ശ്രദ്ധാപൂർവം തന്നെയാണ് 7 ദിവസവും ഭാഗവതം ശ്രവിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒന്നും കൂടി ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനെ സംബോധന ചെയ്തുകൊണ്ട് ആര് പറയാണ്? സുഖദേവ ഗോസ്വാമി പറയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഭാഗവത ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആചാര്യൻ നമ്മളുടെ പേര് വിളിച്ച് നമ്മളെ സംബോധന ചെയ്തിട്ട് പറയുമ്പോഴത്തേക്കും അതുവരെ നമുക്കുണ്ടായിരുന്ന ശ്രദ്ധയേക്കാൾ കുറച്ചും കൂടി നമ്മൾ ഉത്സാഹത്തോടെ അതിനെ ശ്രദ്ധിക്കും. കാരണം നമ്മളെ സംബോധന ചെയ്ത് വിളിച്ചിട്ടാണ് നമ്മളടുത്ത് പറയുന്നത്. കേട്ടോ, ഇപ്പൊ എന്റെ അടുത്ത് പറയണേ ഗൗരി കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അത് ഉണ്ടാകുന്ന ശ്രദ്ധയിൽ നിന്നും കുറച്ചും കൂടി ഞാൻ അതിനെ ഉൾക്കൊള്ളാനും ശ്രദ്ധിക്കാനും ശ്രമിക്കും. അപ്പൊ അതുപോലെ അദ്ദേഹത്തെ സംബോധന ചെയ്ത് ഗർഗ പുരോഹിതോ രാജൻ, അല്ലയോ രാജൻ, ഗർഗ പുരോഹിതനായ ഗർഗാചാര്യര് എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഇനിയുള്ള കാര്യങ്ങൾ മാധുര്യ രീതിയിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. അതാണ് രാജൻ എന്ന വിശേഷണം എന്ന് പറയുന്നത് പരീക്ഷിത്ത മഹാരാജാവിനെ കുറിച്ചിട്ടാണ്. ഇനി സുമഹാതപ, നമ്മൾ നേരത്തെ കേട്ടിരുന്നു, തപസ്വിയാണ് അദ്ദേഹം, അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നു. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സുമഹാതപ എന്ന് പറയുന്നത്? തപസ്വി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അത്രയാണെന്ന് പറഞ്ഞ പോലെ എന്തിനാണ് അതിനു മുന്നേ മഹായും അതുപോലെ മഹ മാത്രമല്ല, മഹാതപസ്വി എന്ന് മാത്രമല്ല, എന്നൊരു വാക്കും കൂടി അതിന്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തപസ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ദൈനംദിന കാര്യത്തിൽ, അതായത് ഭക്ഷണത്തിലായാലും ഉറക്കത്തിലായാലും സംസാരിക്കുന്നതിനകത്തായാലും അവരുടെ സംഭാഷണമൊക്കെ ആയാലും, അതുപോലെ തന്നെ ഇന്ദ്രിയ നിയന്ത്രണം വളരെയേറെ ഉള്ള വ്യക്തികളായിരിക്കും. അതുപോലെ
ലഘുവായ ജീവിതം, അതായത് ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതായത് പ്രസാദം കഴിക്കുന്നതിലായാലും ഉറക്കത്തിലായാലും സംഭാഷണത്തിലായാലും ഒക്കെ സ്വയമേ ഒരു നിയന്ത്രണം വെക്കുന്ന വ്യക്തിയായിരിക്കും. എല്ലാത്തിനും ഒരു മിതമായ എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും തപസ്വി എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രമല്ല, അങ്ങനെ സുമഹാതപ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മഹാതപ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മഹാതപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ലഘുവായ ജീവിതം നയിക്കുക എന്ന് മാത്രമല്ല, തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിനായി ഉപയോഗിക്കുകയും കൂടി ചെയ്യുന്ന വ്യക്തിയാണ് മഹാതപ എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് നിയന്ത്രണം മാത്രമല്ല ഉള്ളത്, ആ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിനായിട്ട് വിനിയോഗിക്കുകയും ചെയ്യും. ഇനി അദ്ദേഹത്തെ സുമഹാതപ, സു എന്ന വാക്ക്, അങ്ങനെ ഒരു വാക്ക് വരാൻ കാരണം എന്താണ്? അദ്ദേഹം ഒരു തികഞ്ഞ വൈഷ്ണവനാണ്. അദ്ദേഹം ഒരു തികഞ്ഞ വൈഷ്ണവനാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. താൻ എന്ന ഭാവം, അതായത് സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണ്. താൻ എന്ന ഭാവം, ഞാൻ എന്ന ഭാവം അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടി, അതായത് മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന്, പുരോഹിത മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിപ്പം തപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? തന്റെ ലഘുവായ ജീവിതം നയിക്കുകയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി. അതുപോലെ മഹാതപ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? കാരണം അദ്ദേഹം തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക മാത്രമല്ല, തന്റെ വ്യക്തിഗത സേവനത്തിനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി ഒന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നതാണ് സെൽഫ്ലെസ്നെസ്, അതായത് ഞാൻ എന്ന ഭാവം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതായത് മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് ആചാര്യന്മാർ വർണ്ണിക്കുന്നു. അപ്പം സെൽഫ്ലെസ്നെസ് അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ ആവശ്യമുള്ള കാര്യമാണ്. അതായത് ഞാൻ എന്ന ഭാവം ഇല്ലാത്ത ഒരവസ്ഥ. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് ആചാര്യന്മാര് പറയുന്നത് ഹനുമാനെ പറ്റിയിട്ടാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, നമുക്കറിയാം ത്രേതായുഗത്തില് ഹനുമാൻ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ദൂതുമായിട്ട് ആ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തുകയും ലങ്കയ്ക്ക് സീതാമാതാവിനെ കണ്ട് ആ ഒരു സന്ദേശം സീതാമാതാവിനോട് പറയുകയും അവിടെ ലങ്കാദഹനം ഒക്കെ ചെയ്ത് തിരിച്ച് ആ എത്രയോ യോജന ചാടിക്കടന്ന് അദ്ദേഹം വരികയും പിന്നീട് ശ്രീരാമചന്ദ്രമൂർത്തിയൊക്കെ കൂട്ടിയിട്ട് അവിടെ സേതുബന്ധനം ഒക്കെ നടത്തി അദ്ദേഹം ലങ്കയിലേക്ക് ചെല്ലുകയും പിന്നെ അവിടെ യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിൽ വളരെ വലിയൊരു പങ്കാണ് ആര് വഹിച്ചത്? ഹനുമാൻ വഹിച്ചത്. ദ്വാപരയുഗത്തിൽ വരുമ്പോ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തില് നമ്മൾ കാണും അല്ലേ ഹനുമാന്റെ സാന്നിധ്യം. എവിടെയാണ് ഹനുമാന്റെ സാന്നിധ്യം ഉള്ളത്? അർജുനന്റെ കൊടിയിലെ ചിഹ്നമായിട്ട്, കൊടി അടയാളമായിട്ട് ഹനുമാൻ ഇരിപ്പുണ്ട്. ഹനുമാന് കിട്ടിയ, അതായത് അവിടെയും ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ഹനുമാൻ നേരത്തെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷെ ഹനുമാന് കിട്ടിയ സേവനം എന്ന് പറയുന്നത് കൊടിയില് അടയാളമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഹനുമാൻ അതിനെ തിരസ്കരിച്ചു? ഇല്ല. ഹനുമാൻ ചെന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ത്രേതായുഗത്തിൽ അങ്ങയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് അത്രയും കഴിവുള്ള വ്യക്തിയാണ്. വേണമെങ്കിൽ ഇത് 18 ദിവസവും വരെ ഒന്നും പോകത്തില്ല. അതിനു മുന്നേയൊക്കെ ഈ യുദ്ധം അവസാനിപ്പിച്ച് ഞാൻ തരാം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. എനിക്ക് ഇതിലും സേവനം തരൂ എന്ന് ഹനുമാൻ പറഞ്ഞു. ആ ഞാൻ എന്ന ഭാവത്തോടെ, അതായത് തനിക്ക് കിട്ടിയ സേവനത്തെ തന്റെ കഴിവ് വെച്ചിട്ട് അദ്ദേഹം വിലയിരുത്തിയോ? ഇല്ല. അദ്ദേഹം ആ ഒരു സേവനം വളരെ നന്ദിപൂർവ്വം, വളരെ വിനയത്തോടെ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുപോലെയാണ് സെൽഫ്ലെസ്നെസ്, അതായത് ഞാൻ എന്ന ഭാവം ഇല്ലാത്തൊരവസ്ഥ. നമുക്ക് ഇസ്കോണില് പ്രത്യേകതര ദിവസങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും, അതായത് ജന്മാഷ്ടമിയോ അല്ലെങ്കിൽ ബ്രഹ്മോത്സവോ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് സേവനം ലഭിച്ചു എന്ന് വരാം. ആ ലഭിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല. അതായത് എനിക്ക് ഈ ഒരു സേവനമാണ് ലഭിച്ചത്, എന്നോടൊപ്പമുള്ള മറ്റു വ്യക്തികൾക്ക് അതിലും ശ്രേഷ്ഠമായ സേവനം ലഭിച്ചു, എനിക്ക് ഇത്രയും ഒരു രീതിയിലുള്ള സേവനമാണ്, പക്ഷെ എനിക്ക് ഈ ഒരു സേവനം ചെയ്യാനുള്ള കഴിവല്ല ഉള്ളത്. എനിക്ക് ഇതിലും നല്ല രീതിയിലുള്ള സേവനങ്ങൾ, നല്ല നല്ല ഉയർന്ന സേവനങ്ങൾ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ഒരു സേവനമാണ്. അങ്ങനെ ഒരിക്കലും നമ്മള് ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും ഞാൻ എന്ന ഭാവത്തില് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല, താരതമ്യപ്പെടുത്താൻ പാടില്ല.
നമുക്ക് ലഭിക്കുന്ന സേവനം എന്താണോ അത് വിനയത്തോടെ വളരെ സസന്തോഷം നമ്മൾ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആർക്കുള്ളത്? ഗർഗാചാര്യർക്കുള്ളത്. അതായത് സെൽഫ്ലെസ്നെസ്, ഞാൻ എന്ന ഭാവം ഇല്ലാത്ത ഒരവസ്ഥ. അതുപോലെ അദ്ദേഹം എന്താണ്? അതുകൊണ്ടല്ല, തികഞ്ഞ ഒരു വൈഷ്ണവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സുമഹാതപ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം സുമഹാതപ എന്ന വിശേഷണം അതുകൊണ്ടിട്ടാണ് വന്നത്. ഇനി അത് മാത്രമല്ല, നമുക്കറിയാം കൃഷ്ണ എന്ന നാമം ഒന്ന് ഒരു തവണ ശ്രവിച്ചാൽ തന്നെ ആ ശ്രവിച്ച വ്യക്തി എത്രത്തോളം ഭാഗ്യവാനാണ്. ആ കൃഷ്ണ എന്ന നാമം ഒരു തവണ നാവിൽ ഉച്ചരിക്കാൻ സാധിച്ചാൽ അത് എത്രയോ ശ്രേഷ്ഠകരമാണ്. അപ്പൊ ആ ഒരു നാമം ആദ്യമായിട്ട് ഉച്ചരിച്ച വ്യക്തി, അതായത് ഭഗവാന് നാമം ഇട്ട് അല്ലെങ്കിൽ നാമകരണം ചെയ്ത വ്യക്തി എത്രയോ ശ്രേഷ്ഠനായിരിക്കും, എത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. അപ്പൊ അതാണ് ഗർഗാചാര്യർ. അദ്ദേഹം അത്രയും ഒരു തപസ്വിയും അത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുമാണ്. കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് ആ നാമം വരുന്നത്. അദ്ദേഹമാണ് ആ നാമകരണം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത അത്രയ്ക്കും ഉണ്ട് എന്ന് ആചാര്യന്മാര് പറയുന്നു. ഇനി കുലശേഖര ആൾവാർ, അദ്ദേഹം മുകുന്ദമാല സ്തോത്രത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ നാമത്തിന്റെ മഹത്വത്തെ പറ്റിയിട്ട്. അതായത് കൃഷ്ണ കൃഷ്ണ എന്ന നാമം നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിതരായിട്ട് ദുഃഖിതരായിട്ട് ഇരിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എനിക്ക് ജീവിതത്തിൽ ഉണ്ടായതെല്ലാം കഷ്ടതകളും ഒക്കെയാണ്. അതായത് നമ്മുടെ ഈ നാമം വെച്ചിട്ട് നമ്മൾ പറയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നല്ലതല്ല, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്, കഷ്ടതകളൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നു. പക്ഷേ ആചാര്യന്മാര് പറയുന്നു അതൊക്കെ പറയുന്ന ആ നാവ് വെച്ചിട്ട് അതിന് പകരം, അതായത് തങ്ങളുടെ ആ ഒരു വിഷമത്തെ അങ്ങനെ വീണ്ടും വീണ്ടും വർണ്ണിച്ചുകൊണ്ടിരിക്കാതെ ആ നാമ് വെച്ചിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കൂ. തന്റെ കഷ്ടതകളെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലരായിക്കൊണ്ട് ലഭിച്ച സമയം, അതായത് കിട്ടിയ ഈ ഒരു അവസരത്തെ കളയാതെ ഈ ഒരു അവസരത്തെ ആ നാവ് കൊണ്ടിട്ട് തന്നെ, അതായത് വിഷമിക്കുന്ന ആ നാവ് കൊണ്ടിട്ട് തന്നെ കൃഷ്ണ കൃഷ്ണ എന്ന് നിങ്ങൾ വിളിക്കൂ, എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ അതുപോലെ നമ്മുടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ 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 നാമ കീർത്തനം രാമ 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 ഗാനരമ്യ ദിവ്യ ചന്ദ നർത്തനം യഥാ തഥാ കൃഷ്ണനാമ ധാനലോക നിസ്തരം പ്രേമധാമ ദേവ ഏവ നൗമി ഗൗര സുന്ദരം. അതായത് കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിൽ രാമ രാമ ഏതോ ആയിക്കൊള്ളട്ടെ, പുനഃ വീണ്ടും വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ പറഞ്ഞുകൊണ്ടേയിരിക്കൂ. അദ്ദേഹം ഓരോ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്തും, ഓരോ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്തും, ഓരോ ഗൃഹങ്ങളിലും കയറി ഇറങ്ങുന്ന സമയത്തും ശ്രീ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? കൃഷ്ണ അല്ലെങ്കിൽ രാമ ജപിച്ചുകൊണ്ടേയിരിക്കൂ. ആ ഒരു നാമസങ്കീർത്തനത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ ശ്രീമൻ മഹാപ്രഭുവിന്റെ വരച്ചിട്ടുള്ള പിക്ചേഴ്സിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, രണ്ട് കൈകളും ഉയർത്തി കണ്ണുകൾ അടച്ച് ആ ഒരു ആനന്ദത്തിൽ, ആ ഒരു ലഹരിയിൽ, അതായത് ആ നാമസങ്കീർത്തനത്തിന്റെ ലഹരിയിൽ നിൽക്കുന്ന ഒരു ശ്രീ മഹാപ്രഭുവിനെയാണ്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. ആ ഒരു ആനന്ദത്തിലേക്ക് വരൂ, വീണ്ടും വീണ്ടും പറയൂ, വീണ്ടും വീണ്ടും ജപിക്കൂ, ആനന്ദിക്കൂ എന്നാണ് ശ്രീ മഹാപ്രഭു പറയുന്നത്. കാരണം നമ്മുടെ ഗോപിക മധുരാഷ്ടകത്തിൽ പറഞ്ഞ പോലെ അത്രയും മാധുര്യമാണ് ആ നാമത്തിനുള്ളത്. അത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ട് ആ മാധുര്യത്തെ സ്വീകരിക്കൂ എന്നാണ് ശ്രീമൻ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ നാമത്തിന്റെ, അതായത് ഗർഗാചാര്യര് മധുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് വരുന്നു ഭഗവാന്റെ നാമകരണം നടത്താനായിട്ട്. അതിൽ നിന്നും നമ്മൾ ഭഗവാന്റെ മധുരത്തെ, അതായത് ഭഗവാന്റെ നാമത്തിന്റെ മാധുര്യത്തെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പം നമുക്ക് തൽക്കാലം അത് ഇവിടെ നിർത്താം. ഇനി ഗർഗാചാര്യര് നാമകരണം നടത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് ആയിരിക്കും നമ്മൾ കടക്കുന്നത്. നമുക്ക് ഇനി ഒരു അവസരത്തിൽ നമുക്കത് തുടർന്നു പോകാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ.